ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സുസ്ഥിരാരോഗ്യത്തിന് ഹോമിയോപ്പതി എന്ന സന്ദേശത്തോടെ ഹോമിയോ ദിനാചരണം. എലത്തൂർ LDF കോട്ടയിൽ വിജയക്കൊടി വീശി UDFന്റെ വിദ്യാ ബാലകൃഷ്ണൻ. തളി മഹാകുംഭാഭിഷേക മഹായജ്ഞ ചടങ്ങുകൾ മെയ് 8-ന്. SLRC സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും മെയ് 10-ന് കോഴിക്കോട്ട്. നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്ന സന്ദേശത്തിൽ ഹോമിയോ ദിനാചരണം നടത്തി. കോഴിക്കോട് BM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഹോമിയോപ്പതി ദിനാചരണം സംഘടിപ്പിച്ചു. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി സന്ദേശത്തിൽ കോഴിക്കോട് BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഏതൊരു മനുഷ്യനും ചികിത്സാ രംഗത്ത് മുമ്പ് കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കാണ് ഏറ്റവും പ്രയോജനകരമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു പക്ഷേ കുട്ടികൾക്ക് മരുന്ന് കഴിക്കുന്നതിനുള്ള പ്രയാസമില്ലാതെ കഴിക്കാനുള്ള ഒരു സാധ്യതയാകാം. അപ്പം അങ്ങനെ ഒരു ധാരണയായിരുന്നെങ്കിൽ ഇന്ന് അതൊന്നൊക്കെ മാറി എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും മറ്റ് പല ചികിത്സാവിധികളും തേടി ചിലപ്പോൾ ആശ്വാസം കണ്ടെത്താതെ കഴിഞ്ഞാൽ വന്നു ചേരുക വീണ്ടും ഹോമിയോയിലേക്ക്. ഞാനത് പറയാൻ കാരണം ഞാനതിൻ്റെ ഒരു ആളായിരുന്നു. ഇപ്പോൾ എൻ്റെ വൈഫിന് ഡോക്ടറെ കാണിച്ചു. ഇന്നലെ ആയുർവേദം നോക്കിയിരുന്നു കേട്ടോ, അലോപ്പതി നോക്കി. പക്ഷെ ഇപ്പോൾ ഞാൻ അവസാനം എത്തി നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഹോമിയോ. മാസങ്ങളോളമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ K രാജീവ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK രാജാറാം, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്ന യാസ്മിൻ വയലിൽ, ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ PM സിനി, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ T അസീസ്, ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ BJ സോണി, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന P ത്യാഗരാജ്, ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി, സൂപ്രണ്ട് ഡോക്ടർ B റിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് സൗജന്യ രക്തപരിശോധന, വിവിധ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ക്യാമ്പ്, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കിയ മെഗാ മെഡിക്കൽ എക്സിബിഷൻ, ഹോമിയോപ്പതി മരുന്ന് നിർമ്മാണ പ്രക്രിയയും അവയുടെ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണവും പരിപാലനവും സംബന്ധിച്ച് PowerPoint പ്രസന്റേഷൻ, മെഡിക്കൽ ക്വിസ്, വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എലത്തൂർ എന്ന LDF കോട്ടയിൽ വിജയക്കൊടി വീശി വിദ്യാ ബാലകൃഷ്ണൻ. എലത്തൂർ മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം ഇളകാതെ നിന്ന ഇടത് കോട്ടയിൽ മന്ത്രി AK ശശീന്ദ്രനെ 12,162 വോട്ടിന് അട്ടിമറിച്ചാണ് വിദ്യ വിജയം നേടിയത്. ഇടതുപക്ഷത്തിന്റെ ചുവന്ന കോട്ട തകർത്ത് പുതിയ രാഷ്ട്രീയ ചരിത്രമെഴുതിയാണ് വിദ്യാ ബാലകൃഷ്ണൻ നിയമസഭയിലേക്ക് എത്തുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളം പ്രക്ഷുബ്ധമായപ്പോൾ സമരവീതിയിൽ വിദ്യ മുൻനിരയിലുണ്ടായിരുന്നു. അതിനുള്ള പാർട്ടിയുടെ അംഗീകാരമായിരുന്നു നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം. അത് ജയത്തോടെ ആഘോഷമാക്കി വിദ്യ എലത്തൂരിന്റെ ചരിത്രം തിരുത്തി. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ മണ്ഡലത്തിലെ ആളുകൾ ഒരുപാട് വികസന പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവാൻ വേണ്ടി, ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എലത്തൂർ എന്ന് പറയുന്നത്
ഒരുപാട് വികസനത്തിന് സാധ്യതകളുള്ളൊരു മണ്ണാണ്, പ്രത്യേകിച്ച് ടൂറിസം പോലുള്ള മേഖലകളിൽ. പക്ഷേ കേരളത്തിൻ്റെ ഒരു ടൂറിസം ഹബ്ബായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടേണ്ടിയിരുന്ന ഈ എലത്തൂർ നിയോജക മണ്ഡലം പക്ഷേ ആ ഒരു ടൂറിസം ഭൂപടത്തിലേക്ക് അത്ര പ്രാധാന്യത്തോടു കൂടി ഇവിടെ എവിടെയും മാർക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്തരം പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്ന സമയത്ത് വളരെ സ്വാഭാവികമായിട്ട് ഒരു വികസനം വരുന്ന സമയത്ത് അതോടൊപ്പം തന്നെ അവിടെ പ്രാദേശികമായിട്ട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും, അവരുടെ ജീവിത നിലവാരം ഉയർന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു വിഷൻ ഇല്ലാതെ പോയതാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മണ്ഡലം ഇങ്ങനെ ഒരു വികസനത്തിലേക്ക് എത്താതെ പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ പല മേഖലകളിൽ ഈ മണ്ഡലത്തിൽ വളരെ പ്രശ്നങ്ങളാണ് ആളുകൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മണൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിൽ നിന്നടക്കം മണൽ ഊറ്റിയിട്ട് ആളുകൾ, മാഫിയ ആയിട്ടുള്ള ആളുകൾ അത് കടത്തിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഈ മണ്ഡലത്തിൽ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക. പ്രധാനമായിട്ടുള്ള റോഡുകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് ബാലുശ്ശേരി റോഡിനൊക്കെ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റിനും സംവിധാനത്തിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ എലത്തൂര് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFന് അനുകൂലമായിട്ടുള്ള തരംഗമാണ് എലത്തൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മണ്ഡലത്തിൽ നിന്നുള്ള UDFന്റെ ആദ്യ MLA ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. 2017 റഷ്യയിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുത്തു. 2 തവണ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായി. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി, KPCC ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. അഭിഭാഷകയാണ് വിദ്യാ ബാലകൃഷ്ണൻ. ഭർത്താവ് VP ബബീഷിനൊപ്പം കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ വീട്ടിലാണ് താമസം. പാറമ്മൽ ബാലകൃഷ്ണന്റെയും ശുഭാദേവിയുടെയും മകളാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി മഹാകുംഭാഭിഷേക മഹായജ്ഞം മെയ് 8 വെള്ളിയാഴ്ച നടക്കും. മഹാകുംഭാഭിഷേകത്തിന് ശൃംഗേരി ജഗദ്ഗുരു ശങ്കരാചാര്യർ വിധുശേഖര ഭാരതി സന്നിധാനം മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 8 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കും 10 മണിക്കും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് മഹാകുംഭാഭിഷേകം നടക്കുക. കുംഭാഭിഷേകത്തിന് ശൃംഗേരി ജഗദ്ഗുരു ശങ്കരാചാര്യർ ശ്രീ വിധുശേഖര ഭാരതി സന്നിധാനം മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുംഭാഭിഷേകത്തിന്റെ ഭാഗമായി ഗംഗാജല കലശ സ്വീകരണം, 6ാം കാല യാഗപൂജ, തത്വ അർച്ചന, 7ാം കാല യാഗപൂജ, ശയനാധിവാസം, യന്ത്രസ്ഥാപനം, ബിംബ അഷ്ടബന്ധനം, ഇളനീർ അഭിഷേകം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും മെയ് 10 കോഴിക്കോട്ട് നടക്കും. വൈജ്ഞാനിക സമ്മേളനം മേയർ O സദാശിവനും സാംസ്കാരിക അവാർഡ് വിതരണ പൊതുസമ്മേളനം ജസ്റ്റിസ് കമാൽ പാഷയും ഉദ്ഘാടനം ചെയ്യും. SLRC വർഷാവർഷം ഇതുപോലെയുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പഠിതാക്കളെ ഒരുമിച്ച് കൂടുകയും അവിടെ സിലബസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ വൈജ്ഞാനിക മത്സരങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം നടക്കാനിരിക്കുന്ന സാംസ്കാരിക സമ്മേളനം വരെ 4 മണി വരെയുള്ള ആ മത്സരം
നടക്കുകയും അതിനുശേഷം ആനുവൽ പരീക്ഷയിൽ പൊതുപരീക്ഷയിലെ വിജയികൾക്കുള്ള അവാർഡ് വിതരണവും ആ സമ്മേളനത്തിൽ വെച്ച് നടക്കുന്ന രീതി പ്രോഗ്രാം വർഷങ്ങളായി SLRC നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെ നടക്കുന്ന SLRC സംഗമത്തിൽ വൈജ്ഞാനിക സമ്മേളനം, ഖുർആൻ വിജ്ഞാന മത്സരങ്ങൾ, പുസ്തക പ്രകാശനം, സാംസ്കാരിക അവാർഡ് വിതരണ പൊതുസമ്മേളനം തുടങ്ങിയ സെഷനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ സെഷനുകളിലായി നടക്കുന്ന സംസ്ഥാന സംഗമത്തിൽ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. മെയ് 10 കോഴിക്കോട് തളി ജൂബിലി ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി, ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് സുബൈർ, ജനറൽ കൺവീനർ K ഇഫ്തിഖാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ പിക്കിൾ ബോൾ അസോസിയേഷനും പിക്കിൾ ബോൾ അസോസിയേഷൻ കേരളയും സംയുക്തമായി വി ഗാർഡ് മലബാർ ഓപ്പൺ 2026 ഓൾ ഇന്ത്യ ഓപ്പൺ പിക്കിൾ ബോൾ ടൂർണമെന്റ് കോഴിക്കോട് ഡ്യൂസ് പിക്കിൾ ബോൾ കോർട്ടിൽ സംഘടിപ്പിക്കും. മെയ് 9, 10 തീയതികളിലായാണ് ടൂർണമെന്റ് നടക്കുക. പിക്കിൾ ബോളിനെ പറ്റി ഒരു ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, ഇത് 1965 അമേരിക്കയിൽ ഇൻവെന്റ് ചെയ്തൊരു സ്പോർട്ടാണ്. അത് ബാഡ്മിന്റൺ കോർട്ടിന്റെ ഒരു സൈസ് വെച്ചിട്ടാണ് ഒരു ടേബിൾ ടെന്നീസ് റാക്കറ്റ് ഇനീഷ്യലി വെച്ചിട്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു റാക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. അത് ഒരു അക്രലിക് ബോളാണ് യൂസ് ചെയ്യുന്നത് ഈ പിക്കിൾ ബോൾ സ്പോർട്സിന് വെച്ചിട്ട്. അപ്പോൾ നിലവിൽ ആക്ച്വലി നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് നാഷണൽ പിക്കിൾ ബോൾ സ്പോർട്സ് നടക്കാറുണ്ട്. അതിൽ കേരള ടീം 2024-ലും 2025-ലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിസിപ്പേഷനിൽ നമുക്ക് ഏറ്റവും പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് 60% ഓഫ് ദി പ്ലെയേഴ്സ് സെലക്ടഡ് ആയത്. ലോകത്തിലെ രണ്ടാമത്തെ വേഗത്തിൽ വളരുന്ന കായിക ഇനമായ പിക്കിൾ ബോൾ ടെന്നീസിന്റെ ചുരുക്കരൂപമാണ്. മത്സരാത്മകമായ പിക്കിൾ ബോൾ കളിയിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ പങ്കെടുക്കും. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള 70-ലധികം താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ബിഗിനർ, ഇന്റർമീഡിയറ്റ്, ഓപ്പൺ, വനിതകൾ, 35+, 45+, 55+ എന്നീ വിഭാഗങ്ങളിലായി 15 വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും. വിജയികൾക്ക് ആകെ 2,01,000 രൂപയുടെ സമ്മാനത്തുകയും നൽകും. വാർത്താ സമ്മേളനത്തിൽ അദീബ് സലീം, അർജുൻ കൃഷ്ണ, ഫിറോസ് തേരത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുസ്ലിം ഗേൾസ് വുമൺസ് മൂവ്മെന്റ് ജില്ലാ സമ്മേളനം മെയ് 9 മാളിക്കടവ് MSS പബ്ലിക് സ്കൂളിൽ നടക്കും. ഉദ്ഘാടന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹനും സമാപന സമ്മേളനം KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിയും ഉദ്ഘാടനം ചെയ്യും. വിഭാഗമായ MGM 1987 രൂപീകൃതമായത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സമൂഹത്തിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വരെ സ്ത്രീകൾക്കിടയിൽ നിന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മാതൃസംഘടനയെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു കാലിക പ്രസക്തമായ വിഷയം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ അധാർമികതയെ പിന്തുടരുത് എന്ന ഒരു പ്രമേയത്തിൽ ഈ മെയ് 9 നമ്മൾ സമ്മേളനം നിശ്ചയിച്ചിരിക്കുകയാണ്. അധാർമികതയ്ക്കെതിരെ പെൺകരുത്ത് എന്ന പ്രമേയത്തിലാണ് MGM സമ്മേളനം നടക്കുന്നത്. ഉദ്ഘാടന സെഷൻ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹനും സമാപന സമ്മേളനം KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിയും ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥിനികൾക്കായി സ്ത്രീ, കാലം, സത്വം, സ്വാതന്ത്ര്യം എന്നീ വിഷയത്തിൽ ഓപ്പൺ ഡിബേറ്റ്, സ്ത്രീ, വിശ്വാസം, സമൂഹം, ധാർമ്മികത എന്ന സെഷൻ, സ്ത്രീ, കുടുംബം, സംസ്കരണം എന്ന സെഷൻ എന്നിവയിൽ പ്രമുഖർ സംബന്ധിക്കും. ജില്ലയിലെ വിവിധ ശാഖകളിൽ നിന്നായി 5000-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജില്ലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥിനികളെയും ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ MGM കോഴിക്കോട് സൗത്ത് പ്രസിഡന്റ് ആയിഷ ബി നടുവട്ടം, സെക്രട്ടറി സൗദ ഒളവണ്ണ, ട്രഷറർ സാഹിന നൌഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. MES മുട്ടുമാറ്റിവയ്ക്കൽ മെഡിക്കൽ ക്യാമ്പ് മെയ് 10 നടക്കാവ് MES കോളേജിൽ നടക്കും. MES ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ 60ാം വാർഷികം നമ്മുടെ പുതിയ തുടക്കം നൽകുന്നതിൽ നമ്മൾ തീരുമാനിച്ചൊരു കാര്യം, ഇനി ആരോഗ്യ രംഗത്തേക്ക് MESന് ഒരു കടന്നുവരവാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബില്ല് കൊണ്ട് മാത്രം ചികിത്സ നടക്കും ആരും വിചാരിക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറിയ ബില്ലോട് ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ നമ്മുടെ ഒരു മനക്കരുത്തും അതുപോലെ തന്നെ ഒരു സ്റ്റഡിയാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടാണ് MES എല്ലായിടത്തും ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചത്. ഈ മുട്ട് മാറ്റിവെക്കൽ ക്യാമ്പ് അതിൻ്റെ തുടക്കം മാത്രമാണ്. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് മലപ്പുറം ജില്ലയിൽ 700ഓളം പേഷ്യൻസിനെ ക്യാമ്പ് നടത്തി കൊണ്ടുവരികയും അതിൽ 100 മുട്ട് മാറ്റിവെക്കുകയും ചെയ്തു. നമ്മളൊരു പഠനം നടത്തിയപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മുട്ട് മാറ്റിവെക്കുന്നത് മിനിമം ഒരു 2 ലക്ഷം തുക മുതൽ 4 ലക്ഷം വരെ പോകുന്ന ഒരു തുകയാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 85,000 രൂപയിൽ എല്ലാം അടക്കം ഒരു സ്കീമാണ്. എന്ന് വെച്ചാൽ 50% മുകളിൽ ഡിസ്കൗണ്ട്, 50 to 70% മുകളിൽ ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടാണ് MES ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. MES ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജും MES കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് മെയ് 10 MES നടക്കാവ് വിമൻസ് കോളേജിൽ വെച്ച് നടത്തും. ജോയിൻ ജേണി ചാപ്റ്റർ 4 കോഴിക്കോട് എന്ന പേരിൽ നടക്കുന്ന മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ക്യാമ്പ് പൊതുജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് MES ജില്ലാ പ്രസിഡന്റ് KV സലീം, ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഹമീദ് ഫസൽ, സീനിയർ ക്ലസ്റ്റർ മാനേജർ രാഹുൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജെയിൻ യൂണിവേഴ്സിറ്റി കോഴിക്കോട് ദേശീയ കരിയർ കൗൺസിലിംഗും സ്പോട്ട് അഡ്മിഷനും സംഘടിപ്പിച്ചു. 2026-27 അധ്യയന വർഷത്തേക്കുള്ള അക്കാഡമിക് അവസരങ്ങൾ കണ്ടെത്തുന്നതിനായി ഒട്ടേറെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ജെയിൻ യൂണിവേഴ്സിറ്റി കോഴിക്കോട് ദേശീയ കരിയർ കൗൺസിലിംഗും സ്പോട്ട് അഡ്മിഷനും സംഘടിപ്പിച്ചു. 2026-27 അധ്യയന വർഷത്തേക്കുള്ള അക്കാഡമിക് അവസരങ്ങൾ കണ്ടെത്തുന്നതിനായി ഒട്ടേറെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. പുതിയറ നെക്സ്റ്റേയിൽ നടന്ന പരിപാടിയിൽ ഡാറ്റ സയൻസ്, ഫിൻടെക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത മെന്റർഷിപ്പും മാർഗനിർദ്ദേശവും ലഭിച്ചു. വിപണി ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രത്യേക വൈദഗ്ധ്യം, അക്കാദമിക രീതികൾ തുടങ്ങിയവയിലും വിശദമായ വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി. ചെയിൻ എൻട്രൻസ് ടെസ്റ്റിനുള്ള ഓൺ ദി സ്പോട്ട് അസസ്മെന്റുകളായിരുന്നു പരിപാടിയുടെ മറ്റൊരു ആകർഷണം. ഇത് മികവുള്ള വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് അഡ്മിഷൻ ലഭിക്കാൻ സഹായിച്ചു. സ്കോളർഷിപ്പുകൾ, ബാങ്ക് വായ്പ, സ്പോർട്സ് ക്വാട്ട തുടങ്ങിയവയിലെ അന്വേഷണങ്ങൾക്കായി പ്രത്യേക ഡെസ്കും സജ്ജമാക്കിയിരുന്നു. And if they are getting a good ranking in our entrance exam, they will have a 25% scholarship for the first year. Apart from that, we have 3 scholarship schemes. If the parents, father or mother is into any defense, they will have 10% concession. And into sport, if the student is into sports, we will have 10% concession. And category wise 10% concession. Like SC/ST categories, they will get 10% concession every year will be there. നിരവധി വിദ്യാർത്ഥികൾ കൗൺസിലിംഗിലൂടെ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടി. സീനിയർ അസോസിയേറ്റ് കാവേരപ്പ, മഞ്ജുനാഥ് എന്നിവർ പ്രോഗ്രാം നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹാർമണി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സാംസ്കാരിക സമ്മേളനം ബേപ്പൂർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രേമലത ഉദ്ഘാടനം ചെയ്തു. ശിവപുരി റോഡ് വടക്കിനിച്ചാലിൽ പറമ്പിൽ വെച്ചാണ് ഹാർമണി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. കായിക മത്സരത്തോടെ മത്സരങ്ങൾ ആരംഭിച്ചു. എക്സിക്യൂട്ടീവ് അംഗവും വിമുക്ത ഭടനുമായ K. വിത്തേശൻ പതാക ഉയർത്തി.
വൈകിട്ട് നടന്ന ശിവപുരി അംഗനവാടി കുട്ടികളുടെ കലാപരിപാടിയും സാംസ്കാരിക സമ്മേളനവും ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രേമലത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രാജേഷ് എം മുഖ്യാതിഥിയായി പങ്കെടുത്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി മോഹൻ അധ്യക്ഷനായിരുന്നു. MBBS ഹോമിയോ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗീതു സുമുഖനെ ചടങ്ങിൽ ആദരിച്ചു. നാട്ടുമുറ്റം സ്വയം സഹായ സംഘം സെക്രട്ടറി കെ അരുൺ, റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സ്വരൂപ് ശിവപുരി തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സീമ സുധി, ഷൈനി സ്മിതേഷ്, രമേശൻ ബി, റീന കിഷോർ, റാണി എബ്രഹാം, ജയപ്രകാശ് മേക്കുന്നത്ത്, ശ്രീജിത്ത് ബേപ്പൂർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിലിഷ മേക്കുന്നത്ത് എന്നിവരും സംസാരിച്ചു. അംഗങ്ങളുടെ നൃത്തനൃത്യങ്ങളും ഹാർമണി മ്യൂസിക് വേൾഡ് അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുസ്ഥിരാരോഗ്യത്തിന് ഹോമിയോപ്പതി എന്ന സന്ദേശത്തോടെ ഹോമിയോ ദിനാചരണം. എലത്തൂർ LDF കോട്ടയിൽ വിജയക്കൊടി വീശി UDFന്റെ വിദ്യാ ബാലകൃഷ്ണൻ. തളി മഹാകുംഭാഭിഷേക മഹായജ്ഞ ചടങ്ങുകൾ മെയ് 8-ന്. SLRC സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും മെയ് 10-ന് കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.